പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരുവും സരോജിനി ആൻറ്റിയും കൂടി സുശീല അവിടെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ പീഡിയാട്രീഷ്യൻ്റെ അവിടേക്ക് സുശീലയും മിച്ചുമോനും കൂടി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ചീരു സരോജിനി ആൻറ്റിയെയും കൂടി അവിടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ സുശീല കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഡോക്ടർ സുശീലയോട് പറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്യണം, അതിന് ആദ്യം പഴയ ലിസ്റ്റ് വേണമെന്ന് പറയാണ്. ഡോക്ടർക്ക് സുശീലയുടെ കുഞ്ഞിനോടുള്ള പെരുമാറ്റം കാണുന്ന സമയത്ത് ഈ കുഞ്ഞിനെ നല്ലതുപോലെ ഇവർ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഒരു ഷോപ്പുള്ളത് കൊണ്ട് അവിടെ നിന്ന് പോരാൻ കഴിയില്ല, അമ്മ ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തില്ല എന്ന് പരിങ്ങിക്കൊണ്ട് പറയുകയാണ്. കുഞ്ഞിപ്പോൾ ഞങ്ങളുടെ കൂടെയാണെന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇവർ കുഞ്ഞിനെ അമ്മയിൽ നിന്നും പിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ കുട്ടിയുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ എനിക്ക് കിട്ടണം, പഴയ റിപ്പോർട്ടുകൾ കിട്ടണം, അത് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ ഒരു ചെക്കപ്പ് ചെയ്യണം എന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നിയതുപോലെ മെഡിസിൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സുശീല കുഞ്ഞുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ചീരുവും സരോജിനിയും അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ചീരു ചോദിക്കുകയാണ്, അല്ല എന്താ കുഞ്ഞുമായിട്ട് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ചീരു ഇവിടെ എന്ന് ചോദിക്കട്ടോ. ഞാനിവിടെ ചെക്കപ്പിന് വന്നതാണ്, ആൻറ്റി എന്താ മിച്ചുമോനുമായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവന് ചെറുതായിട്ടൊരു പനി, അത് കാണിക്കാനാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർക്കെന്താ പഴയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണത്രേ, അപ്പോൾ നീ കുഞ്ഞിനെ ഒന്ന് പിടിക്കുമോ, ഞാൻ പഴയ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറയട്ടോ. അങ്ങനെ കുഞ്ഞിനെ എടുക്കുകയാണ്. അപ്പോൾ സുശീല പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർക്കാർക്കും സംശയം തോന്നാതെ തന്നെ കുഞ്ഞിനെ അനുപമയുടെ കയ്യിൽ ഇന്ദ്രനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അക്കാര്യം ഓർക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ തന്നെ ഇനി അനുപമയുടെ അടുത്ത് തന്നെ കുഞ്ഞ് വളർന്നാൽ മതി, അപ്പോൾ ചീരുവിനെ ഏൽപ്പിച്ചിട്ട് പോവാമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് സുശീല അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ സരോജിനി പറയണ അവരുടെ ആ പോക്ക് കാണുമ്പോൾ എന്തോ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ചീരു എന്ന് പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. അപ്പോൾ ഡോക്ടറോട് സുശീല പറയുകയാണ്, ഇത് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ഞാൻ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സുശീല പോവുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുകയാണ്, അവർ കുഞ്ഞിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നില്ല, നിങ്ങൾ വായോ, ഞാൻ കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്ത ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. കുഞ്ഞിനെ പരിശോധിച്ച ശേഷം ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു അനുപമയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കുഞ്ഞിപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്, കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് സുശീല വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. ചേച്ചി എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കുഞ്ഞിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തായോ എന്ന് പറയട്ടോ. അങ്ങനെ അനു പറയാണ്, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞങ്ങൾ കുഞ്ഞുമായിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അനുപമ എല്ലാ റിപ്പോർട്ടുകളും ചീരുവിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഭാനുഅമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഭാനുഅമ്മയോട് അനുപമ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ചീരുവുള്ള അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിനയനും ശബരിയും കൂടി നിതിനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഡോറിൽ പോയി മുട്ടുന്ന സമയത്ത് ആന്റണിയും നിതിനും കരുതുന്നത് പോലീസ് മൊഴിയെടുക്കാൻ വരികയാണെന്ന് കരുതുകയാണ്. അങ്ങനെ ആന്റണി ഡോറ് തുറന്ന ഉടനെ തന്നെ ശബരിയും വിനയനും കൂടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നിതിൻ ഉറങ്ങിയതുപോലെ കണ്ണടച്ച് കിടക്കുകയാണ്, പോലീസാണെന്ന് കരുതിയിട്ട്. അങ്ങനെ ആന്റണിക്കിട്ട് രണ്ട് പൊട്ടിച്ച ശേഷം വിനയനും ശബരിയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ആന്റണി പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, നിതിന് ബോധമുണ്ട്, നിതിനോട് തന്നെ ചോദിച്ചോളൂ എന്ന് പറയണേ. എന്നിട്ട് നിതിനെ രണ്ട് പൊട്ടിച്ച ശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. നാളെക്കെതിരെ നീ എന്തെങ്കിലും മൊഴി കൊടുത്താൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളതും, നിന്റെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ അയച്ചത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് തിരിച്ചയപ്പിക്കുമെന്നുള്ളതും പറയുകയാണ്. അതോടുകൂടി നിതിൻ പറയുകയാണ്, ഞാൻ കോടതിയിൽ ഉറപ്പായും ഞാൻ മൊഴി മാറ്റി പറഞ്ഞോളാം, ദയ എന്നെ ഉപദ്രവിച്ചു എന്ന് ഒരിക്കലും ഞാൻ ഇനി പറയുകയില്ല. അപ്പോൾ പിന്നെ നീ ആരുടെ പേര് പറയുമെന്ന് വിനയൻ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും പേര് പറയില്ല, എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തോണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ അവരുടെ ഭീഷണിക്ക് മുന്നിൽ നിതിൻ ദയക്കെതിരെ ഇനി മൊഴി കൊടുക്കില്ല എന്നുള്ള വാക്ക് കിട്ടിയിട്ടാണ് വിനയനും ശബരിയും പോകുന്നത്. ഈ സമയം ചീരുവിന് ഒരു ചെറിയ തളർച്ച വരികയാണ്. അപ്പോൾ സരോജിനി ആൻറ്റിയോട് പറയുകയാണ്, ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ, സരോജിനി ആൻറ്റി കുഞ്ഞുമായിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും സരോജിനി ആൻറ്റിയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് കേട്ടോ. അങ്ങനെ ചീരു ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്താണ് വിനയനും ശബരിയും അത് കണ്ടുവരുന്നത്. അപ്പോൾ വിനയൻ ചോദിക്കുകയാണ്, അല്ല ചീരു ഇവിടെ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് എനിക്ക് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ പറയണം, അല്ല അമ്പിളി ചേച്ചിയും രഘുവേട്ടനും ഒപ്പം വരാമെന്ന് പറഞ്ഞതല്ലേ, അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അപ്പോൾ നീ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ കൂടെ സരോജിനി ആൻറ്റി ഉണ്ട് എന്ന് പറയട്ടോ. എന്നിട്ട് ആൻറ്റി എവിടെ എന്ന് ചോദിക്കുമ്പോൾ മിച്ചുമോയുമായിട്ട് അവിടേക്ക് റിപ്പോർട്ട് വാങ്ങാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശബരി ചോദിക്കുക, അതിന് മിച്ചുമോനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന്
എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ചീരു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ഇവിടെ എന്ന് ചീരു ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് നിധിനെ കാണാൻ വേണ്ടി വന്നതാണ്. നാളെ ദയക്കെതിരെ ഇനി അവൻ മൊഴി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം. അപ്പോഴത്തേക്കും വിനയൻ ചീരുവിന് കുടിക്കാനുള്ള വെള്ളം വാങ്ങാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ വിനയൻ്റെ ഐഡിയ ആണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ വിനയനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എല്ലായിടത്തും പോകുമ്പോഴും ചീരുവിന് കേൾക്കുന്ന സമയത്ത് ചീരുവിന് അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോഴാണ് ശബരിയുടെ ഫോണിലേക്ക് വക്കീൽ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും വിനയൻ വെള്ളവുമായിട്ട് ചീരുവിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ചീരുവിനോട് പറയണേ, നീ ഈ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഞാൻ നിങ്ങളോട് വെള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചീരു ദേഷ്യപ്പെട്ട് പറയട്ടോ. അതിന് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്, നീ ഇത് വാങ്ങിച്ചു കുടിക്കുക എന്ന് പറഞ്ഞ് ചീരുവിനെ കൊണ്ട് വിനയൻ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും ശബരി കോള് വന്നതുകൊണ്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ വിനയൻ ശബരിയോട് പറയുന്നുണ്ട്, വക്കീലിനോട് പറഞ്ഞേക്ക് ദയക്കെതിരെയുള്ള മൊഴി ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അക്കാര്യം വക്കീലുമായിട്ട് സംസാരിച്ചേക്ക് ശബരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശബരി വക്കീലുമായി സംസാരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് വിനയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെ ആരുമില്ല എന്ന് കണ്ട സമയത്ത് നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ല, ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് അമ്മയെയും അമ്മാവനെയും വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അപ്പോൾ ചീരു പറയുകയാണ് കേട്ടോ. എങ്കിൽ നീ ഇനി ഒരു കാര്യം ചെയ്തേക്ക്, ഇനി പഞ്ചരത്നത്തിലേക്ക് പോവേണ്ട, കുഞ്ഞുങ്ങളെ കൂട്ടി ഇവിടേക്ക് തന്നെ പോരെ, ഇവിടെ ദാസാറിൻ്റെ വീട്ടിൽ നിന്നാൽ മതി, അല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അത് റിസ്ക് ആണ്, ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ട എന്നൊക്കെ അധികാരത്തോടു കൂടി പറയുമ്പോൾ ചീരുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ചീരു പറയുകയാണ്, അല്ല ഇത്രയ്ക്ക് അധികാരത്തിൽ പറയാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ചീരു അങ്ങനെ ഒന്നും കരുതരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി എന്ന് പറയാട്ടോ. ഈ പഞ്ചരത്നത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ദാസാറിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളുമായി വന്നാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെനെ എൻ്റെ അമ്മ നല്ലതുപോലെ നോക്കിക്കോളും, നീ വീട്ടിലാക്കിയാൽ മതി, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞുങ്ങളെ വന്ന് കാണാമല്ലോ എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ചീരുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചീരു പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ വല്ലവരുടെയും ഔദാര്യത്തിൽ കാണാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ തന്നെ വളർന്നാൽ മതി എന്ന് ദേഷ്യപ്പെട്ട് ചീരു വിനയനോട് പറയാട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വിനയന് വല്ലാത്തൊരു വിഷമം വരികയാണ്. ഒരു മയവുമില്ലാതെ വിനയനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ വിനയന് വല്ലാത്ത വിഷമം വരികയാണ്. അടുത്ത എപ്പിസോഡിൽ അനുപമയുടെ അടുത്തേക്ക് മിച്ചുമോനുമായി ചീരു ചെല്ലുകയാണ്. അങ്ങനെ അനുപമ ദേഷ്യപ്പെട്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ഇന്ദ്രനും സുശീലയും ഉണ്ടാവും. അപ്പോൾ സുശീലയാണെങ്കിലോ ഇന്ദ്രനോട് നുണ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവും ചീരു കുഞ്ഞിനെ വാങ്ങി എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അനുപമ ഭാനുമ്മയും കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി വിളിച്ച് പറയുകയാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, എൻ്റെ മോനെ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ മോനെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുവന്നത്, എൻ്റെ മോനെ നിങ്ങൾ കൊല്ലാനാണോ, അവന് ഇത്രമാത്രം അധികം നോക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്തിനാണ് എൻ്റെ മോനെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് നിങ്ങൾ കൊണ്ടുവന്നത്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി എൻ്റെ മോനെ എന്നിൽ നിന്നും നിങ്ങൾക്ക് പിടിച്ചോണ്ട് പോവാമെന്ന് നിങ്ങൾ കരുതണ്ട, എൻ്റെ മോൻ്റെ അസുഖമെല്ലാം മാറ്റിയ ശേഷം എൻ്റെ മോൻ ഇനിയും പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എൻ്റെ മോനെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് വരാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, എൻ്റെ മോൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും അവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളല്ല എൻ്റെ മോൻ്റെ അച്ഛൻ എന്ന് പറയേണ്ടി വരും എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയും ഇന്ദ്രനും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അനുവിൻ്റെ ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് സുശീലയും ഇന്ദ്രനും പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പഴയ അനുവല്ല, ഇപ്പോൾ എന്തിനും ഏതിനും പോകുന്ന അനു ആയിട്ടുണ്ട് എന്നുള്ള കാര്യം സുശീലയ്ക്ക് ആ സമയം മനസ്സിലാവുകയാണ് കേട്ടോ. പിന്നീട് ദാസാറിനെ കാണാൻ വേണ്ടി വിജയം വരികയാണ്. എന്നിട്ട് വിജയം പറയുകയാണ്, അല്ല അനുപമയും ഇന്ദ്രൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നെ വന്ന് കണ്ടു പറഞ്ഞു ആ വാടക വീട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ളത്, അല്ല ആ ഇന്ദ്രൻ്റെ അമ്മ സുശീല അത്രയ്ക്ക് നല്ലതല്ല, അവരെന്തെങ്കിലും വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയോ എന്ന് എനിക്ക് തോന്നി, അവരെ തമ്മിൽ പിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നടക്കുന്നതല്ലേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ദാസാറിനോട് വിജയൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. അനന്തം മാഷ് കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ വിജയനും ദാസാറും കൂടി സംസാരിക്കുന്നത് മാഷ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ വിജയനോട് കാര്യങ്ങളൊക്കെ ദാസാറ് പറയുകയാണ്, ഇന്ദ്രനെയും അനുപമയെയും പിരിക്കാൻ വേണ്ടി സുശീല ഒരു നാറിയ കളി കളിച്ചു, അതിപ്പോൾ പ്രശ്നമായിരിക്കുകയാണെന്നുള്ളതും പിന്നീട് സുശീലയെ അനുപമയ്ക്ക് അടിക്കേണ്ടി വന്നു എന്നുള്ളതും എല്ലാം തന്നെ ദാസാറ് വിജയനോട് പറയുകയാണ്. അതെല്ലാം തന്നെ മാഷ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ അനുവിൻ്റെ പ്രശ്നം മാഷ് അറിയുകയാണ്.